1977 ഇറങ്ങിയ ഒരു സിനിമയുടെ പേരാണ്, മലയാളത്തിലെ സിനിമയുടെ പേരാണ് തോൽക്കാൻ എനിക്ക് മനസ്സില്ല. 4 വാക്കുകൾ അതിനകത്തുള്ളത്. 1 തോൽക്കുക, 2 എനിക്ക്, 3 മനസ്സ്, 4 ഇല്ല. തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും എന്നെ തോൽപ്പിക്കാനാവില്ല എന്നും ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമമായ അർത്ഥമെന്ന് പറയുന്നത്. ആ പരമമായ യാഥാർത്ഥ്യത്തെ, പരമമായ പരമാർത്ഥത്തെ വരച്ച് കാണിക്കുന്ന സിനിമ കൂടിയാണത്. കാരണം ഞാൻ തോറ്റത് കൊണ്ടാണ് എന്നെ തോൽപ്പിച്ചത്. ഞാൻ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു വലിയൊരു വെല്ലുവിളിയും കൂടെ കൂടിയാണത്. അപ്പോൾ ഒരു പരമമായ സത്യമാണ് നമ്മുടെ മുമ്പിൽ അത് അനാവരണം ചെയ്യുന്നത്, ആ കഥ അനാവരണം ചെയ്യുന്നത്. ആരും എന്നെ തോൽപ്പിക്കുകയല്ല, ഞാൻ തോറ്റതാണ്, ഞാൻ തോറ്റു കൊടുത്തതാണ് എന്നുള്ളൊരു ചിന്ത. അപ്പം ഞാൻ തോൽക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. തോൽക്കണ്ട എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനമെടുത്താൽ ഒരിക്കലും ഞാൻ തോൽക്കേണ്ടി വരില്ല എന്നും ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല എന്നും ഒന്നിനും എന്നെ കീഴ്പ്പെടുത്താനാവില്ല എന്നും ഒരു തിരിച്ചറിവുണ്ടാവും. ആ തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനകത്തൊരു പാട്ടാണ് തോൽക്കാൻ ഒരിക്കലും മനസ്സില്ലാത്തൊരു തൊഴിലാളി. ആ തൊഴിലാളിയുടെ ഒരു ജീവിതകഥയാണത്. എന്തുകൊട്ടെ, തോൽക്കാൻ ഒരിക്കലും എനിക്ക് മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് നമുക്ക് തിരുത്തി വായിക്കാനും ആവും. ആ പാട്ടിലെ 3ാമത്തെ സ്റ്റാൻസയാണ് വിശ്വാസ വഞ്ചകർക്ക് മുന്നിൽ ഞാൻ കത്തി ജ്വലിച്ചിടും അഗ്നി. കാരണം എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ അവരിൽ അർപ്പിച്ച വിശ്വാസം അത് വഞ്ചിച്ചവരാണ്. വിശ്വാസ വഞ്ചകർ എന്ന് പറഞ്ഞവരാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ്. ആ പരസ്പരമുള്ള വിശ്വാസം ആര് വഞ്ചിക്കുന്നുവോ അവിടെ അതിനകത്ത് വഞ്ചിക്കപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ തോൽപ്പിക്കപ്പെട്ടു എന്ന് മറുപക്ഷം കരുതുന്നവർ. അപ്പം ആരും ഒരിക്കലും തോൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നും ആരുടെയെങ്കിലുമുള്ള മനസ്സിലെ ഒരു അന്ധകാരം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങളിലായിരിക്കുന്നവർ, അത് പാർട്ട്ണർഷിപ്പ് ആവാം, കുടുംബ ബന്ധങ്ങളാവാം, എന്തോ നമ്മുടെ വ്യാപാര ബന്ധങ്ങളാവാം, അവിടെ എല്ലാം പരസ്പരമുള്ള വിശ്വാസം ഉള്ളിടത്തോളം കാലം ആർക്കും ഒരിക്കലും തോൽക്കേണ്ടി വരില്ല. ആ പരസ്പര വിശ്വാസത്തിൽ ആര് ആദ്യം മായം ചേർക്കുന്നുവോ അവിടെ ആ മറുഭാഗം പരാജയപ്പെട്ടു നമുക്ക് താൽക്കാലികമായി പരാജയപ്പെടുത്തിയും തോന്നും. പക്ഷേ ആത്യന്തികമായിട്ട് എവിടെ പരിശോധിച്ച് നോക്കിയുള്ളൂ വിശ്വാസം വഞ്ചിച്ചവരാണ് അവസാനം പരാജയപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. വഞ്ചിക്കപ്പെട്ടവർ പിന്നീടും തിരിച്ചു കയറിയിട്ടുള്ളൂ. വഞ്ചിച്ചവരാണ് താൽക്കാലികമായി വിജയിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് പരാജയപ്പെട്ടിട്ടുള്ള ചരിത്രം എവിടെ പരിശോധിച്ചാലും, നമ്മുടെ കൺമുമ്പിലുള്ള ചരിത്രം പരിശോധിച്ചാൽ മതി. വലിയ ആഴമേറിയ വായനയൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഏതായാലും ആ പാട്ടിൻ്റെ ഒരു 3ാമത്തെ സ്റ്റാൻസയിൽ പറയുന്ന അവസാനത്തെ 2 വരികൾ ഇങ്ങനെയാണ്. പ്രപഞ്ച ഹൃദയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, ജനദ്രോഹികൾക്കെതിരെ ആണ് എൻ്റെ യുദ്ധം, അതിൽ അന്ത്യത്തിൽ നമ്മുടെ വിജയം. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, സത്യം ആത്യന്തികമായി വിജയിക്കും, യാതൊരു സംശയം വേണ്ട. എന്തെങ്കിലും സത്യം തെളിയും, ആ സത്യം വിജയിക്കുകയും ചെയ്യും. കാരണം സത്യം എന്നുള്ളത് ദൈവമാണ്. ദൈവം ഒരിക്കലും പരാജയപ്പെടില്ല. ദൈവത്തെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. അപ്പം സത്യം എന്നുള്ള ദൈവമാണെന്നുണ്ടെങ്കിൽ, ദൈവത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുണ്ടെങ്കിൽ ദൈവം വിജയിക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാനാവും. കാരണം ഞാൻ മനസ്സുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടും ആരെയും കാലുവാരിയിട്ടില്ല എന്നുണ്ടെങ്കിലും, എൻ്റെ ഉദ്ദേശം ശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ആത്യന്തികമായിട്ട് വിജയിക്കാൻ ആവും. ദൈവം എന്നെ കൈവിടില്ല എന്നും ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്നെ വഞ്ചിച്ചവരുടെയും എന്നെ കാലുവാരിയവരുടെയും എന്നെ പറ്റിച്ചവരുടെയും എൻ്റെ തോൽവി കാണാൻ ആഗ്രഹിച്ചവരുടെയും അതിനായിട്ട് പ്രവർത്തിച്ചവരുടെയൊക്കെ മുമ്പിൽ ഞാനൊരു വിജയ ഗാഥയായിട്ട് കത്തി ജ്വലിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. കത്തി അമരാനല്ല എൻ്റെ ജീവിതം,
കത്തിജ്വലിക്കാനാണ് എൻ്റെ വിളി. തിരിച്ചറിവോടുകൂടി നമുക്ക് വിജയിച്ച് മുന്നേറാൻ കഴിയട്ടെ. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.